പ്രേക്ഷകരെ നമുക്കറിയാം, സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയാണ്. എല്ലാ ജില്ലകളിലുമുള്ള DMO ഓഫീസിലേക്ക് നടത്തിയ പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദൃശ്യങ്ങളിലേക്ക്. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. മാർച്ച് തടഞ്ഞ പോലീസ് പ്രവർത്തകർക്കു നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാത ഉപരോധിച്ചു. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്കും കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലും പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. CPM-ന്റെ സംഭവം ദൗർഭാഗ്യകരമെന്നാണ് മന്ത്രി VN വാസവൻ പ്രതികരിച്ചത്. അതോടൊപ്പം ഈ കെട്ടിടം ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടതാണോ തള്ളിയിട്ടതാണോ എന്നും അദ്ദേഹം ചോദിച്ചു. കെട്ടിടം തകർന്നാൽ മന്ത്രി രാജിവെക്കണം എന്നാണെങ്കിൽ ബംഗളൂരു ദുരന്തത്തിലും അഹമ്മദാബാദ് വിമാന അപകടത്തിലും ആരെങ്കിലും രാജിവെച്ചോ എന്നും പ്രധാനമന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്നും VN വാസവൻ ചോദിച്ചു. വിമാനം ഉണ്ടായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായതുകൊണ്ട് ഗതാഗത മന്ത്രി രാജിവെക്കുക, ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിൽ ഉണ്ടായൊന്നുമില്ല. ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ്. അതിന് കാലകൂട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ ചില ഉപകരണങ്ങൾ വരാനുള്ളൊരു മാറ്റം നമുക്ക് താമസം വന്നു, അല്ലെങ്കിൽ നേരത്തെ തീരുമായിരുന്നു. അപ്പോൾ കാലകൂട്ടി അതിന് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി എന്നുള്ളതിൽ ക്ലിയർ ആകുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ആ സംഭവം നിർഭാഗ്യകരവും വേദനാജനകമാണെന്ന് അന്നേരം തന്നെ സൂചിപ്പിച്ചു. അതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ട്. സമരത്തെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് DYFI. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം പ്രതിരോധിക്കും. കോൺഗ്രസ് കലാപാഹ്വാനം നടത്തുന്നു. പ്രതിപക്ഷ MLA-മാർക്കും വീടും ഓഫീസും ഒക്കെ ഉണ്ടെന്നും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഓർമ്മിപ്പിച്ചു. 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇവർ ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തി ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശക്തമായ നിലയിൽ പ്രതിരോധിക്കും. അതിന് DYFI ചെറുപ്പക്കാരെ ആകെ രംഗത്തിറക്കിക്കൊണ്ടുള്ള പ്രതിരോധം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഒരു ശരിയായ സമരമായി കാണാൻ വേണ്ടി കഴിയില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. വീണ ജോർജിന് മാത്രമല്ല സ്വകാര്യമായ വീടുകളുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷ MLA-മാർക്ക് വീടുണ്ട്, കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വീടുണ്ട് എന്ന് മറന്നുപോകണ്ട. അതുകൊണ്ട് ഇങ്ങനെ തെരുവിലിറങ്ങി ഞങ്ങളുടെ മന്ത്രിമാരെയും ഈ ഗവൺമെൻറ് ഭാഗമായി നിൽക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ശക്തമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ DYFI തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജും ഒപ്പം കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശും ചേരും. ആദ്യം അർജുനിലേക്കാണ്. അർജുൻ, സംസ്ഥാനം ഒട്ടാകെ ഇന്ന് പ്രതിഷേധങ്ങളായിരുന്നു. കേരളം അങ്ങോളം ഇങ്ങോളം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ പ്രതിഷേധങ്ങളുമാണ്. കേരളം ഈ സമീപകാലത്തൊക്കെ പ്രതിപക്ഷം ഏറ്റെടുത്ത സമരങ്ങളിൽ ഏറ്റവും കടുത്ത ഒരു പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം ആരോഗ്യമന്ത്രിക്കെതിരായ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം. അപ്പോൾ ഈ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അർജുനെ, ഈ ആരോഗ്യമന്ത്രിയെ പൊതിഞ്ഞു വയ്ക്കുന്ന ഒരു സമീപനമാണ്, പൊതിഞ്ഞു പിടിക്കുന്ന സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. ഇന്നിപ്പോൾ ദേശാഭിമാനിയിൽ വന്ന എഡിറ്റോറിയലാണെങ്കിലും, കുറച്ചു മുൻപ് നമ്മൾ കേട്ട VN വാസവന്റെ പ്രതികരണത്തിലാണെങ്കിലും, കഴിഞ്ഞ ദിവസം കേട്ട MV ഗോവിന്ദന്റെ പ്രതികരണത്തിലാണെങ്കിലും, അതോടൊപ്പം തന്നെ ഒരു ഭീഷണിയുടെ സ്വരമുള്ള DYFI സെക്രട്ടറിയുടെ വാക്കുകളൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ CPM ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിഷേധത്തിന് മുന്നിൽ വഴങ്ങേണ്ട എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണോ, അതോ ആരോഗ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ, ആരോഗ്യമന്ത്രിയുടെ ഈ പോക്കിൽ, നിലപാടുകളിൽ CPM പൂർണ്ണമായും തൃപ്തരാണോ? എന്താണ് വിവരങ്ങൾ?
സേതു, സംസ്ഥാനത്ത് സേതു പറഞ്ഞതുപോലെ തന്നെ സമീപ സമയത്ത് ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായി ഈ കോട്ടയത്തെ സംഭവത്തെ ഇപ്പോൾ ആയുധമാക്കി ഉപയോഗിക്കുകയാണ് കോൺഗ്രസ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങളുണ്ടായി, പലയിടത്തും സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. യൂത്ത് കോൺഗ്രസ് ആണ് ഇന്ന് സമരത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നതെന്ന് കാണാൻ കഴിയും. അത് പല ജില്ലകളിലും അത് സംഘർഷാവസ്ഥയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് മാറി. ഇന്ന് ആരോഗ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഒരു മണിക്കൂറോളം നീണ്ട സംഘർഷാവസ്ഥയാണ് ഉണ്ടായത്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ട് മുന്നിലുള്ള റോഡിലേക്ക് മതിൽ ചാടിക്കടന്ന് വനിതാ പ്രവർത്തകർ അടക്കം എത്തി ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതാണ് ഇന്ന് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ആ പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് സംഘർഷാവസ്ഥ പോലീസിന് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ അതിശക്തമായി നിലകൊള്ളുകയാണ് UDF. അതിനൊത്ത സമരം അവർ തെരുവിലും ആസൂത്രണം ചെയ്യുന്നു, നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് സേതു ചോദിച്ച രണ്ടാമത്തെ കാര്യമാണ് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തെ ആ ആവശ്യം വന്ന ഘട്ടത്തിൽ തന്നെ തള്ളിക്കളഞ്ഞ നിലപാട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തൊട്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തം ഇല്ല എന്ന് CPM ആദ്യഘട്ടത്തിൽ തന്നെ നിലപാടെടുത്തു. ഇന്ന് CPM-ന്റെ മുഖപത്രത്തിൽ പറഞ്ഞ ലേഖനത്തിൽ പോലും അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തമല്ല ഇത്. ഈ ആരോഗ്യമേഖല ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ആരോഗ്യമേഖലയെ മോശമാക്കാനുള്ള ലക്ഷ്യമാണ്, ഗൂഢശ്രമമാണ് നടത്തുന്നതെന്ന ആരോപണമാണ് മറുവശത്തേക്ക് CPM നടത്തുന്നത്. അതായത് ആരോഗ്യമന്ത്രിക്ക് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് CPM ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ന് VN വാസവന്റെ പ്രസ്താവന എടുത്താൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തം മന്ത്രിക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. അതിന് അദ്ദേഹം സൂചന നൽകിയത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിമാന ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ആരോഗ്യമന്ത്രിക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് CPM-ഉം സർക്കാരും ഒക്കെ ചെയ്തിട്ടുള്ളത്. DYF ഒരു പടി കൂടി കടന്ന് ഏതെങ്കിലും തരത്തിൽ വീട്ടിലേക്കൊക്കെ മാർച്ച് നടത്തുകയാണെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ അംഗങ്ങളുടെ വീടുകളും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കണമെന്ന മുന്നറിയിപ്പാണ് DYFയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് UDF എങ്ങനെയാണോ ഈ വിഷയത്തെ കാണുന്നത് അതിനൊത്ത പ്രതിരോധം തീർക്കാൻ തയ്യാറാണ്, ഞങ്ങൾ റെഡിയാണെന്ന പ്രതിരോധം DYFI ഉൾപ്പെടെ ഇടത് സംഘടനകൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ എല്ലാത്തിനും സജ്ജമാണ്. രാഷ്ട്രീയമായി ഈ വിവാദം വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുമെന്നുള്ളത് കാര്യം ഉറപ്പാണ്. അതേ സമയത്ത് തന്നെ ഈ പറഞ്ഞ ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനത്തിൽ ചില തരത്തിലെങ്കിലും CPM-ന്റെ ഉള്ളിൽ, അതായത് പ്രാദേശിക തലത്തിലെങ്കിലും വിമർശനമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഏരിയ കമ്മിറ്റി അംഗം അങ്ങനെ ഒരു ധ്വനി വരുന്ന തരത്തിലൊക്കെ വിമർശിച്ചു. അങ്ങനെ നല്ല പ്രവർത്തനമല്ല ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉള്ളതെന്ന വിലയിരുത്തൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിമർശനം CPM-ന്റെ പ്രാദേശിക തലത്തിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ രാജിവെച്ച് ഒരു നിലപാടിലേക്ക് പോകും എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അത് CPM ഏതെങ്കിലും തരത്തിൽ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാം. കാരണം അങ്ങനെ ഒരു സംരക്ഷണം ഈ ഘട്ടത്തിൽ ആരോഗ്യമന്ത്രിക്ക് തീർക്കുകയാണ് സർക്കാരും CPM-ഉം ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിരോധമൊക്കെ ആവുകയാണെങ്കിൽ അതിനൊത്ത മറുപടി പറയാനും തയ്യാറാണ്, അതിന് ആ രീതിയിൽ പ്രതിരോധിക്കാനും തയ്യാറാണെന്ന സന്ദേശമാണ് ഇടത് സംഘടനകൾ ഇന്ന് നൽകിയിട്ടുള്ളത്. ശരി അർജുൻ, വ്യക്തമാണ്. നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കാം. ഗോകുലുണ്ട് നമുക്കിപ്പം. ഗോകുൽ, അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതിലൊരു തീരുമാനമെടുക്കണമെങ്കിൽ ഈ കളക്ടറുടെ റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ഒപ്പം തന്നെ ഈ ശസ്ത്രക്രിയകൾ മുടങ്ങിയിരുന്നു, ഇന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് വിവരങ്ങൾ വന്നിരുന്നതും. ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ്? സേതു, ഇന്നലെ മന്ത്രി VN വാസവൻ ഈ ബിന്ദുവിന്റെ കുടുംബം സന്ദർശിച്ചതിന് ശേഷം സർക്കാർ പ്രഖ്യാപിക്കേണ്ട ധനസഹായത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞിരുന്നു. 11-ാം തീയതി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ധനസഹായ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് കളക്ടർ ഇന്ന് മന്ത്രിതലത്തിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ആ റിപ്പോർട്ട് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രിസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ധനസഹായത്തിന്റെ പ്രഖ്യാപന തീരുമാനം ഉണ്ടാവുകയെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു കാര്യം നിലവിൽ സേതു സൂചിപ്പിച്ചു
സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ ആ അപകട സമയം അതുമുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അവിടുത്തെ ശസ്ത്രക്രിയ. അത് ഇന്നു മുതൽ പുനരാരംഭിക്കുമെന്ന് ഇന്നലെ ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇനിയും അത് പുനരാരംഭിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അന്നത്തെ ആ അപകടമുണ്ടായ ആ സർജിക്കൽ ബ്ലോക്കിൽ നിന്നും പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്ക് മുഴുവൻ രോഗികളെയും അന്ന് രാത്രിയും ഇന്നലെ രാവിലെയും ഒക്കെ ആയിട്ട് പൂർണ്ണമായിട്ട് മാറ്റി പാർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഓപ്പറേഷനുകൾ ഇനിയും ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് കാരണമായിട്ട് ആശുപത്രി അധികൃതർ പറയുന്നത് അവിടെയുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുടെ സജ്ജീകരണം പൂർത്തിയാവാത്തതുകൊണ്ടാണ്. അവിടെയുള്ള ആ ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്ക് കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ആ ഉപകരണങ്ങളുടെ ഒന്നും വിന്യാസം ഇനിയും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ ഇത്തരത്തിൽ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 10ഓളം ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ആ അപകടമുണ്ടായ സർജിക്കൽ ബ്ലോക്കിലുണ്ടായിരുന്നത്. അതിനെയൊക്കെ തന്നെ പുതിയ ബ്ലോക്കിലേക്ക് പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏകദേശം തിങ്കളാഴ്ചയോടുകൂടി ഓപ്പറേഷനുകൾ ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നിലവിൽ ആശുപത്രി അധികൃതർ മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അതുമൂലം വളരെ പ്രതിസന്ധിയിലായിരിക്കുന്നത് രോഗികളാണ്. കാരണം ഈ അപകടം നടന്ന ദിവസം മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്ന ഡേറ്റ് നൽകിയിരുന്ന രോഗികളുടെ ശസ്ത്രക്രിയ വീണ്ടും നീണ്ടുപോകുകയാണ്. അവർക്ക് പുതിയ തീയതി മനസ്സിലാക്കാൻ കഴിയും. കാരണം മെഡിക്കൽ കോളേജാണ്, കോട്ടയം മെഡിക്കൽ കോളേജ് പോലൊരു ആശുപത്രി. അവിടെ ഡേറ്റ് കിട്ടാൻ തന്നെ എത്രത്തോളം കാത്തിരിക്കണമെന്നറിയാം. ആ ഡേറ്റ് ഒക്കെ കിട്ടി ആ ശസ്ത്രക്രിയ നടത്താമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരൊക്കെയാണ് ഇപ്പോൾ ഈ ശസ്ത്രക്രിയ മുടങ്ങിയത് കാരണം ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടിയും വരിക. അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജിക്ക് മുറവിളി കൂട്ടി സംസ്ഥാനം ഒട്ടാകെ പ്രതിഷേധം നടത്തുന്നു പ്രതിപക്ഷ സംഘടനകൾ. ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുലും ഒപ്പം അർജുൻ. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോഴിക്കോട് നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടത്തുകയാണ്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ്, കോഴിക്കോട് യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ്. ലിനറ്റ് വർഗീസിന്റെ വിവരങ്ങളുമായി. ലിനറ്റ്, ഈ ദൃശ്യങ്ങളിൽ പ്രതിഷേധം കുറച്ച് അക്രമാസക്തമാകുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണോ നടക്കുന്നത്? തീർച്ചയായും ശിവലക്ഷ്മി, ഇവിടെ ശക്തമായ പ്രതിഷേധമാണ് കോഴിക്കോട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട്ടെ യൂത്ത് ലീഗ് മാർച്ചാണ്. അക്രമാസക്തമാകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ലിനറ്റ് ഉണ്ട്. ലിനറ്റ്, കേൾക്കാമെങ്കിൽ പറയാം. ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം?
സേതുലക്ഷ്മി, നിലവിൽ ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ. വലിയ ഒരു പ്രതിഷേധമാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഗതാഗത തടസ്സം നേരിട്ടതിനെ തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ഒരു യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇപ്പോൾ ആളുകൾ, പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകിയ ആളുകളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പലരെയും, ഒരു വണ്ടിയോളം ആളുകളെയാണ് ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴും പ്രതിഷേധം ഇവിടെ അലയടിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധക്കാർ പോലീസ് വാഹനത്തിന് തൊട്ട് മുൻപിലായി നിന്നുകൊണ്ട് ഇവിടെ വലിയൊരു സംഘർഷാവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്തവരെ ഇവിടെ നിന്ന് മാറ്റാൻ സമ്മതിക്കാതെയാണ് പ്രതിഷേധക്കാർ ഇവിടെ തുടരുന്നത്. അതോടൊപ്പം നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത്, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്, വളരെയേറെ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. 4 ഭാഗങ്ങളിൽ നിന്നും വണ്ടികളും വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലമാണിത്. പുഷ്പ ജംഗ്ഷൻ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. ഈ സ്ഥലത്താണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് തന്നെ പല സ്ഥലങ്ങളിലായിട്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് താമരശ്ശേരിയിൽ അടക്കം ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഒരു വണ്ടിയോളം ആളുകളെയാണ് പോലീസ് ഇവിടെ നിന്ന് ചെയ്ത് നീക്കിയിരിക്കുന്നത്. എങ്കിലും ഇവിടെ പ്രതിഷേധങ്ങൾക്ക് അവസാനമില്ല. കാരണം ഇപ്പോഴും ഇവിടെ പ്രതിഷേധക്കാർ തുടരുന്ന ഒരു സാഹചര്യമാണ്. പോലീസിന്റെ ഇടപെടൽ മൂലം ഗതാഗതം നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതോടൊപ്പം പ്രതിഷേധക്കാരും ഇവിടെ നിൽക്കുന്നുണ്ട്. അവരെ മാറ്റുവാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സേതുലക്ഷ്മി, ശരി. യൂണിറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ യൂത്ത് ലീഗ് മാർച്ച്, ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യൂത്ത് ലീഗ് മാർച്ച്, അത് സംഘർഷഭരിതമായി പകുതിയോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഭരണം മാറി എന്താ